എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മൾ ഇന്ന് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ലീനിയർ ഇൻഇക്വാലിറ്റീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതേപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ ഓരോ ചാപ്റ്ററിലുണ്ട് ഉറപ്പായിട്ട് വരുന്നത്. അവനെയൊക്കെ പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പം പഠിച്ചു തീർത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ എക്സാമിന് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ബോർഡ് എക്സാമിന്റെ ഏകദേശം ഒരു ടച്ച് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ഓൺ എക്സാം ഇല്ലായിരുന്നല്ലോ, കൃത്യമായിട്ട് പറഞ്ഞ സ്കൂളിൽ നിന്നുള്ളൊരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് ബോർഡ് എക്സാമിന്റെ ടച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ അതേമാതിരി ആയിരിക്കത്തില്ല എക്സാമിന് വരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും അതിന്റെ ആ പാറ്റേൺ വ്യത്യാസം ഉള്ളതുകൊണ്ട് പലർക്കും ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിന്റെ ആ ചോദിച്ചേക്കുന്ന ഓരോ പാർട്ടിനും ആൻസർ മറക്കാതെ നിങ്ങൾ എഴുതണം, എന്നെങ്കിലേ നമുക്ക് ആ മാർക്ക് ഫുൾ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നന്നായിട്ട് മാത്സിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്, അതിനോടൊപ്പം തന്നെ നോട്ട്സ്, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. പിന്നെ മാത്സിന് നമുക്ക് പേടിക്കാതെ ഫുൾ മാർക്ക് നമുക്ക് എല്ലാം നന്നായിട്ട് പഠിച്ച് കിട്ടും. ഓക്കെ, അതിന് താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒന്നിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് 3 into x minus 2 divided by 5 less than or equal to 5 into 2 minus x by 3. ഇനി ഇത് എക്സാം ചോദിക്കുമ്പോൾ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതൊരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനോട് ചോദിക്കും. അതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്കിവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആവാനുണ്ട്, പിന്നെ ഫ്രാക്ഷൻസ് ഇല്ലാതാവാനുണ്ട്. ഇതിലേത് നമുക്ക് ചെയ്യാം? ഞാൻ ആദ്യം ആ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. 3 into x എത്ര മോനെ? 3x. 3 into minus 2 6 by 5 less than or equal to റൈറ്റ് സൈഡ് വരുമ്പോൾ 5 into 2 minus x നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5 into 2 ആൻസർ എത്രയാണ്? 10 minus 5x by 3. ശരിയല്ലേ? 5 into 2 5 into x. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫ്രാക്ഷൻ ഇല്ലാതാക്കണം. അപ്പൊ ഈ 3 ഇങ്ങോട്ട് വരും, 5 അങ്ങോട്ട് പോകും കേട്ടോ. 3 അങ്ങോട്ട് വരുമ്പോൾ 3 into 3x minus 6 less than or equal to 5 അങ്ങോട്ട് ചെല്ലുമ്പോൾ 5 into 10 minus 5x. അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഗൈൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 into 3 9x minus 18 less than or equal to 5 into 10 50 minus 25x. ഇതെല്ലാം സിമ്പിൾ കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇത് ഫുൾ വേറെ എങ്ങും നോക്കാതെ എഴുതുമ്പോൾ പലരും സമയമെടുക്കാം, തെറ്റിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും പോകരുത്. ഇതൊക്കെ മനസ്സിലാവുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾക്കൊന്നും ഓർമ്മയിൽ ഇരിക്കത്തില്ല, മറന്നു പോകാൻ വളരെ സാധ്യതയാണ്. അതുകൊണ്ട് ചെയ്തു ചെയ്യാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കണം, കുറച്ചെങ്കിലും. ഓക്കെ, അപ്പൊ നോക്കിക്കാൻ വരെ ഇത്രയൊക്കെ കിട്ടി. ഇനി എക്സുകളെല്ലാം ഒരു സൈഡിലെത്തിക്കണം. ഇവിടെ എക്സ് ഉണ്ട്, അവിടെ എക്സ് ഉണ്ട്, എല്ലാത്തിനും കൂടെ ഒരു എക്സ് ആക്കി നോക്കിക്കേ. 9x എഴുതി. ഇവൻ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 25x. മൈനസ് ആയിരുന്നല്ലോ, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ്. നമ്പർ അപ്പുറത്ത് 50 ഉണ്ടായിരുന്നേ, ഈ മൈനസ് 18 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 18. ഓക്കെ ആണല്ലോ? 9x പ്ലസ് 25x എത്ര എക്സ് ആവും മോനെ? 34x ആകത്തില്ലയോ? 25ഉം 9ഉം അവിടെ ആകുമ്പോൾ 64, 68, 50ഉം 18. 34x less than or 68, therefore x less than or equal to 68 divided by 34 or x less than or equal to കഴിഞ്ഞല്ലോ. ഇത് നമ്മുടെ ഒരു ആൻസർ കിട്ടിയെങ്കിലും ഇതിനൊരു ഓൾജിബ്രായിക് സൊല്യൂഷൻ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ലൈനിൽ 2ന്റെ അവിടെ നിന്ന് ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇത് പ്ലസ് ഇൻഫിനിറ്റി അല്ലേ? ഇതാണ് നമ്മുടെ 2 എന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പുറത്ത് 1 0 ഒക്കെ ഉണ്ട്. ഞാൻ 2നെ മാത്രം ഇപ്പൊ മാർക്ക് ചെയ്തെന്നുള്ളത് വിചാരിക്കുക. മോനെ 2 എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 2വിനേക്കാളും ചെറുത്. അപ്പൊ ഇവിടെ ആയിരിക്കും മോനെ പോകേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് പോകണം. 2വിനേക്കാളും ചെറുത് അങ്ങോട്ട് പോകുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പുറത്ത് 1 അല്ലേ, അപ്പുറത്ത് 3. അപ്പൊ 2ന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ 2വിനേക്കാളും കുറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പറയേണ്ടത് അല്ലെ? ഇങ്ങോട്ട് വന്ന് ഇവിടം വരെ വരാം മൈനസിന്. ഇപ്പൊ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഇനി നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കണം. ഇവിടെയും ബോൾഡായിട്ട് മാർക്ക് ചെയ്യണം. കാരണം ഈക്വൽ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 തൊട്ട് എടുക്കാം എന്നാണേ. അപ്പൊ ഇനി എഴുതുമ്പോൾ എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു 2. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. മൈനസ് ഇൻഫിനിറ്റി ടു 2. ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ബ്രാക്കറ്റ് ആയിരിക്കണം, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം. ബിക്കോസ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ.
ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. മാക്സിമം ആൾക്കാർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടു കാണും. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക 1 lakh എത്തിക്കാൻ. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ കാണുക. എല്ലാവരോടും മറക്കാവുന്ന ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.